എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. മത്തായി 18-ാം അധ്യായം 23 മുതൽ 27 വരെ നാം ഇപ്രകാരം വായിക്കുന്നു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങുമ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാത്തതിനാൽ അവൻ്റെ യജമാനൻ അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ച്, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ അവനെ വിട്ടയച്ചു, കടവും അടച്ചു കൊടുത്തു. ദൈവ സ്വഭാവത്തെ അതിമനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു ഉപമയാണ് മേൽപ്പറഞ്ഞ വേദഭാഗത്ത് നാം വായിക്കുന്നത്. തന്നെ നമസ്കരിച്ച് തന്നോട് കേണപേക്ഷിക്കുന്ന ദാസന് മുഴുവൻ കടവും ഇളച്ചു കൊടുക്കുന്ന കരുണയുള്ള യജമാനനെയാണ് ക്രിസ്തു ഇവിടെ വരച്ച് കാണിക്കുന്നത്. മത്തായി 5:7 നാം ഇപ്രകാരം വായിക്കുന്നു: കരുണയുള്ളവൻ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതുപോലെ തന്നെ മത്തായി 6:12 നാം ഇപ്രകാരം വായിക്കുന്നു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ തിരുവചനങ്ങളുടെ അർത്ഥം അവയുടെ ആഴത്തിലും പരപ്പിലും വ്യക്തമായ ഈ ഉപമയിൽ കൂടി കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. കരുണയുള്ള യജമാനന്റെ കൃപ ലഭിച്ച ദാസൻ പക്ഷേ പിന്നീട് തൻ്റെ കൂട്ടുദാസനോട് കാണിക്കുന്ന അപരാധം കൂടി ഈ ഉപമയിൽ കാണുന്നുണ്ട്. തനിക്ക് വെറും 100 വെള്ളിക്കാശ് മാത്രം കടപ്പെട്ട കൂട്ടുകാരനെ അവൻ തൊണ്ടയ്ക്ക് ഞെക്കി തൻ്റെ കടം ഉടൻ തീർക്കുവാൻ പറഞ്ഞു. അവൻ, നീ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർത്തുകൊള്ളാമെന്ന് കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ ദാസന് മനസ്സലിവുണ്ടായില്ല. അവനെ തടവിലാക്കുവാൻ ഏൽപ്പിച്ചു. ആ വിവരങ്ങളെല്ലാം അറിഞ്ഞ യജമാനൻ അത്യന്തം കോപിച്ച് ദാസനെ വിളിച്ചു വരുത്തി നിർധനായ അവനെ കടമൊക്കെയും തീർക്കുവോളം ദണ്ഡിപ്പിക്കേണ്ടതിന് വേണ്ടി ഭൃത്യന്മാരെ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരും ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നവരുമായ വിശ്വാസികൾ മറ്റുള്ളവരോടുള്ള തങ്ങളുടെ പെരുമാറ്റത്തിൽ കാണിക്കുന്ന ക്രൂരതയും പൊരുത്തക്കേടുകളുമാണ് ഇവിടെ കാണിക്കുന്നത്. ദൈവകൃപയിൽ വളരുന്നവർ സമസൃഷ്ടികളോട് കരുണയും ദയയും കാണിക്കുന്നവരായിരിക്കാൻ ക്രിസ്തു ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദികേട് കാണിക്കുന്ന ദാസനെ നിത്യദണ്ഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ന്യായവിധിയും ഇവിടെ വ്യക്തമാക്കുന്നു. ഈ ഉപമയിൽ നമ്മെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യം രാജാവിൻ്റെ ഔദാര്യവും സ്നേഹവായ്പുമാണ്. സേവകൻ വീണ് നമസ്കരിച്ചപ്പോൾ അവൻ പറഞ്ഞത് എല്ലാ കടവും ഞാൻ വീട്ടിക്കൊള്ളാമെന്നാണ്. അവൻ എത്ര ശ്രമിച്ചാലും 10,000 താലന്ത് വീട്ടുവാനുള്ള കഴിവ് അവന് ഇല്ല എന്ന് യജമാന് കൃത്യമായി അറിയാം. പക്ഷേ അവൻ്റെ സാഷ്ടാംഗ നമസ്കാരവും മാപ്പപേക്ഷയും മാത്രം മതിയായിരുന്നു യജമാനന് അവൻ്റെ മുഴുവൻ കടവും വച്ചു കൊടുക്കുവാൻ. വളരെ വലുതും അവന് സ്വയം തീർക്കുവാൻ വയ്യാത്തതുമായ ഏറെ ഭാരമേറിയ ഒരു ബാധ്യതയായിരുന്നു അത്. നമ്മുടെ അകൃത്യങ്ങളും ലംഘനങ്ങളും അതുപോലെ തന്നെ എണ്ണമറ്റവയും ക്ഷമിക്കപ്പെടുവാൻ യോഗ്യമല്ലാത്തവയുമാണല്ലോ. അവൻ്റെ കരുണാസമുദ്രത്തിൻ്റെ വലുപ്പത്തിങ്കൽ നമ്മുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും അവ ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രമായിരിക്കുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നതല്ലോ എന്ന് നാം സൂതാറ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് മനസ്സറിവ് കാണിച്ച യജമാനൻ വാസ്തവത്തിൽ കാരുണ്യവാനായ ദൈവത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. സംഖ്യയോ പരിമിതിയോ യുക്തിയോ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കുന്ന കണക്കുകൾ കൊണ്ടോ അല്ല ദൈവരാജ്യത്തിലെ അംഗങ്ങൾ പരസ്പരം ക്ഷമിക്കേണ്ടത്. ഹൃദയത്തിൽ നിന്നുളവാകുന്ന നിർവ്യാജമായ സ്നേഹത്തിൽ അലിഞ്ഞ് അദൃശ്യമായ തീരാത്ത കടങ്ങൾ ഒന്നും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുകയും രക്താംബരം പോലെ ചുവന്നിരിക്കുന്നതായാലും അത് പഞ്ഞി പോലെ ശുഭ്രമാക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പറയുന്നു. അങ്ങനെ തന്നെ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം ക്ഷമിക്കണം എന്ന പുതിയ നിയമകൽപ്പന അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു സ്വർഗരാജ്യം അനുഭവവേദ്യമാകുകയുള്ളൂ എന്നത് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ തന്നെ തത്വജ്ഞാനിയും ധർമ്മോപദേഷ്ടാവുമായിരുന്ന ഹിരാപോലിസിലെ എപ്പിടെക്സ് പറയുന്ന ഉപദേശം ശ്രദ്ധേയമാണ്. സഹിക്കുക, ക്ഷമിക്കുക എന്നീ 2 വാക്കുകൾ പ്രമാണിച്ചുകൊണ്ട് എല്ലാവരോടും ഇടപെടാൻ ശ്രമിച്ചാൽ അയാൾക്ക് പാപം കൂടാതെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ കഴിയും. കർത്താവേ, കള്ളന് തുറന്നു കൊടുത്ത പ്രകാരം നിന്റെ കരുണ വാതിൽ ഞങ്ങൾക്കും തുറന്നു തരണമേ.
ചുങ്കക്കാരൻ്റെയും പാവിനിയായ സ്ത്രീയുടെ അനുതാപത്തെ നീ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ അനുതാപത്തെ നീ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശമവോനെ നീ പുണ്യപ്പെടുത്തിയ പ്രകാരം ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും നീ പരിഹരിക്കണമേ. ഭാരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് ഞങ്ങളുടെ കടങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ വായിക്കപ്പെടുന്ന സമയത്ത് നിന്റെ കൃപ പ്രബലപ്പെട്ട നീതിയാൽ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റക്കാരായ ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. നീ കരുണ നിറഞ്ഞവനാകുന്നു. മനസ്സലിവും അനുതാപവും നിനക്ക് സന്തോഷമുളവാക്കുന്നതാണല്ലോ. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മഹാകാരുണ്യവാനായ ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളോടും അപ്രകാരം തന്നെ കരുണയോടെ വർത്തിക്കുവാൻ ഇന്നത്തെ ചെറിയ ചിന്ത ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചു നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കരുണ